അപ്പോൾ നമ്മൾ നമ്മുടെ ചെങ്ങാടത്തിൽ കയറി പോവാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ചെങ്ങാട സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കി ചെങ്ങാടാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് കളിക്കും. ഇതാ വരികയാണ് നമ്മുടെ ചെങ്ങാട. ഇതാ വരികയാണ്. കട്ടനും മിച്ചറും വേണം ഇപ്പം തനിക്ക്. ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും വെള്ളമൊക്കെ കയറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെയുള്ള യാത്രയൊക്കെ വളരെ ദുഷ്കരമായതുകൊണ്ട് നമ്മളിവിടെ ചെങ്ങാടം ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. പണ്ട് നമ്മൾ പിണ്ടിച്ചെങ്ങാടം ഉണ്ടാക്കും. അതിപ്പോൾ പിണ്ടിച്ചെങ്ങാടമല്ല, നമ്മൾ കന്നാസൊക്കെ വെച്ച് നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് കന്നാസ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അടിപൊളി ഒരു ചെങ്ങാടം ഉണ്ടാക്കാം. ബയോ അപ്പോൾ ഇവിടെ പാടമെല്ലാം ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളം കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ മഴ ഒരു ലേശം ശമിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറേ കന്നാസ് സംഘടിപ്പിച്ചിട്ട് തരാം. നമ്മുടെ നേരത്തെ ഇരുന്ന കന്നാസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ അടപ്പൊക്കെ ചെറിയ രീതിയിൽ അയഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി സെറ്റാക്കി എടുക്കാം. കണ്ടോ ഗൈസ്, വെള്ളം കണ്ടോ? എല്ലാ കന്നാസിൻ്റെയും വായുകൾ നമ്മൾ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് മൂടി കെട്ടിയിട്ടുണ്ട് വെള്ളം കയറിക്കാനായിട്ട്. അതിന് ഇത്രയിലൊരു നമുക്ക് 10 കന്നാസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. 10 ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെങ്ങാടം ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കയറ് വെച്ച് കെട്ടിയെടുക്കാം. നല്ലതായിട്ട് മുറുക്കി കെട്ടണം, അല്ലെങ്കിൽ വെള്ളം ഒരു വഴിക്ക് പോവും, കന്നാസ് വേറെ വഴിക്ക് പോവും. ഇതുപോലുള്ള കൈയാണ് എല്ലാം കൂട്ടി കെട്ടിയെടുക്കുന്നത്. തമ്മിൽ കൂട്ടി കെട്ടി ടൈറ്റാക്കി കെട്ടിയെടുക്കുകയാണ് ആദ്യം. നമ്മൾ ഈ കന്നാസിൻ്റെയൊക്കെ അടിയിൽ കൂടെ കയറിട്ടിട്ട് നല്ലപോലെ വരിഞ്ഞ് കെട്ടുകയാണ് ഗൈസ്. ഒന്നേലോട്ട് നല്ലപോലെ ചേർന്നിരിക്കണം. അതേപോലെ വലിച്ചു കെട്ടണം. പനി പിടിച്ചുകൊണ്ട് നമ്മൾ റെസ്റ്റാണ്. നമ്മൾ കണ്ടു നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാം കെട്ടി നല്ലപോലെ മുറുക്കിയെടുക്കുകയാണ്. പനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ചുക്ക് കാപ്പിയാണ് ഗൈസ്. ചുക്ക് കാപ്പി പനി ആയതുകൊണ്ട് ഇപ്പം കട്ടനില്ല, ചുക്ക് കാപ്പി മാത്രമേ ഉള്ളൂ. ചുക്ക് നല്ല മഴയത്ത് ചുക്ക് കാപ്പി പിടിച്ചാൽ പൊളിക്കും. നമ്മൾ കന്നാസ് ചെറിയ മഴയുണ്ട് ഗൈസ്, ചെറിയ ചാറ്റമഴയുണ്ട്. അപ്പോൾ പനി ആയതുകൊണ്ട് നമ്മൾ കുടയൊക്കെ പിടിച്ചിങ്ങനെ മാറി നിൽക്കുകയാണ്. അവിടെ ഗംഭീരമായിട്ട് കെട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കന്നാസും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പോലെ കെട്ടി ആദ്യം സെറ്റാക്കി എടുക്കും. ഇതേപോലുള്ള ഇതിൻ്റെ കന്നാസിൻ്റെ കൈകൾ തമ്മിൽ കൂട്ടി കെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മളിങ്ങനെ കെട്ടി ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് പിന്നെയും കൂട്ടി കെട്ടി അവിടെ നിന്ന് അടുത്ത് ഇങ്ങനെ കൂട്ടി കെട്ടി അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും താഴെയും മുകളിലും നമ്മൾ കെട്ടിയിട്ടുണ്ട്. 2 സൈഡിലും കെട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കെട്ട് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ പണ്ട് ഈ പിണ്ടി വെച്ചുണ്ടാക്കും. പക്ഷേ പിണ്ടി വെച്ചുണ്ടാക്കി കുറച്ച് നാളത്തന്നെ ഉള്ളൂ. ഈ കന്നാസ് കാണുന്നത് ഏകദേശം ഒരു 5-6 വർഷത്തോളമായി ഗൈസ്. എല്ലാ വർഷവും ഇതേപോലെ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ചെങ്ങാടം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ലൂണ അവിടെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ആദ്യം നമ്മൾ കന്നാസുകൾ തമ്മിൽ അതിൻ്റെ ക്ലിപ്പ് അതിൻ്റെ കൈയുടെ അവിടെ കെട്ടി കൊടുത്തിട്ട് കൂട്ടി കെട്ടി അത് കഴിഞ്ഞിട്ട് അത് ആ 5 വെച്ച് കൂട്ടി കെട്ടി തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടി വേണം ഗൈസ്. അല്ല നല്ലപോലെ വലിഞ്ഞ് വയ്ക്കണം. ഇവിടെ കെട്ടിക്കൊണ്ട് നല്ലപോലെ വലിച്ച് കെട്ടണം. എല്ലാം നമ്മൾ കൂട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മറിച്ചിടാം ഗൈസ്. നല്ല പാടാണ്. ഇപ്പോൾ ഈ വള്ളി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിടുത്തം. ഇനി ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡ് കെട്ടിയ പോലെ നല്ല സൂപ്പറായിട്ട് വലിച്ചു കെട്ടാം, ടൈറ്റായി കെട്ടാം. ഫുള്ള് നമ്മളിങ്ങനെ കൊരുത്തെടുക്കുകയാണ് ഗൈസ്. കംപ്ലീറ്റ് ഇങ്ങനെ കൊരുത്തെടുക്കുക. ഒരു ജോലി ചെയ്യുമ്പോഴാണോ ലൂണ നീ അവിടെ കറങ്ങി നടക്കുന്നത്? എടാ
കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കെട്ട് വന്നിട്ടുണ്ട്, മുകളിൽ കൂടെ കെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ക്ലിപ്പയിലും സെപ്പറേറ്റ് കെട്ട് വന്നിട്ടുണ്ട്, ജോയിൻറ്റ് വന്നിട്ടുണ്ട്. ആ ക്ലിപ്പയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് എന്താ ടൈറ്റ് ചെയ്ത് ഫുള്ള് കെട്ടിയിട്ടുണ്ട്. സെറ്റ്. വാവ്, നല്ല പടപടയിൽ നിൽപ്പുണ്ട് സാധനം. ഉണ്ടോ? വാവ്. ഇങ്ങനെ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് നമ്മൾ കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തിന് ഇനി പലക വെച്ചിട്ട് നല്ലപോലെ കെട്ടിയെടുക്കണം. അതേ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പലക എടുത്തിട്ടുണ്ട്. 2 പലക അപ്പുറം ഇപ്പുറം 2 പല വെച്ചിട്ടുണ്ട്. നടുക്ക് ഒരു 2-3 പല വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നല്ലപോലെ കെട്ടി ടൈറ്റാക്കി എടുക്കാം. മഴ നല്ലപോലെ കടുത്തു. നല്ല മഴയല്ലേ. മഴയത്തൊക്കെ ഇരുന്ന് ചെങ്ങാടം കെട്ടുന്നു ഗൈസ്. നമ്മുടെ ചെങ്ങാടത്തിൻ്റെ പണി ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് പലക വിരിച്ചിട്ട് നമുക്ക് തുഴഞ്ഞങ്ങ് പോയാൽ മതി. പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചെങ്ങാടം അങ്ങനെ പുല്ലിൻ്റെ പുറത്തുനിന്ന് മാറ്റി നിലത്തുകൊണ്ട് താഴെ മണ്ണിക്കൊണ്ട് വെക്കുകയാണ് ഗൈസ്. നമുക്ക് നാളെ ഇവനെ മീറ്റിൽ ഇറക്കാം. മീറ്റിൽ മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് നല്ല വെട്ടത്തിൽ നമ്മുടെ ചെങ്ങാടത്തിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാം. രക്ഷിക്കണം ഗൈസ്, നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഗൈസ്. പറമ്പിലെല്ലാം വെള്ളം, ഫുൾ വെള്ളമാണ് ഗൈസ്. താഴത്തെ പറമ്പിലെല്ലാം വെള്ളം കയറി കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ചെങ്ങാടം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചെങ്ങാടം നമ്മൾ ഇറക്കാൻ പോകണം. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലാണ്, കാലാവസ്ഥയൊക്കെ ഓക്കെയാണ്. നമ്മൾ പൊക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ചേർത്തിട്ട് ഇറക്കിയോ ഇട്ടോ. അപ്പോൾ നമ്മുടെ ചെങ്ങാടം നമ്മൾ നീറ്റിലിറക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി പലകയും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് നല്ല പലകളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടിയ പലകളൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി നിരത്തി കൊടുക്കണം. അതാ, പലകയുണ്ടെങ്കിൽ തരണം ഗൈസ്. ഓരോ പലകളായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തടിക്കകത്ത് കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കയറ്റിയിട്ട് കൊടുക്കുകയാണ്. ഭരിയേ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു 3 പലകയുണ്ടായിരുന്നു. 3-4 പലകയും കൂടെ നമ്മൾ ഒരു 3 വലിയ പലകയും ചെറിയ ഒരു പലയുണ്ടായിരുന്നു, അത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ള് നല്ല പലയുണ്ടായിരുന്നു കേസ്. എല്ലാം കഴിഞ്ഞ വട്ടത്തെ പലകളെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് ഉള്ള പലകളൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് കയറി തുഴഞ്ഞ് പോകാം ഗൈസ്. ചെങ്ങാടം നേരെ ഗൈസ് സെറ്റായിട്ടുണ്ട്. നല്ല കിടിലൻ ചെങ്ങാടം അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എതുവഴി വേണമെങ്കിൽ ഈ സാധനം ഓടിക്കുക. ഇതിനടിയിൽ നമ്മൾ ഈ മുകളിൽ മാത്രമേ പലക വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം താന്നാലും ഈ പുല്ലിൻ്റെ മുകളിൽ കൂടെ സാധനം നീങ്ങിപ്പോക്കും. താഴെ പലക വെച്ച് കഴിഞ്ഞാൽ പട്ടികയോ പലകയോ താഴെ വെച്ച് കിട്ടിയാൽ നല്ല ബലം കിട്ടും. പക്ഷേ അന്നേരം വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പുല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും എല്ലാം കൂടെ അതിനകത്ത് കയറി ചുറ്റിയിട്ട് നമുക്ക് നീങ്ങി പോകാൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും ഷുറെന്ന് പറഞ്ഞ് പൊക്കോളും. എം ബി ഡി പിടിക്കത്തില്ല. എം ബി ഡി പിടിക്കാനൊരു ചാൻസും ഇല്ല. ഇതിനകത്ത് പോകാനായിട്ട് ഹെൽമെറ്റും വേണ്ട, ഹെഡ്സെറ്റും വേണ്ട, ലൈസൻസും വേണ്ട, ഒരു സാധനം വേണ്ട. നമുക്കിനി പോകാം. നമുക്ക് ഈ കാണുന്നതാണ്, അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഇതിനൊരു പാലം, പരുമല മാന്നാർ റൂട്ടാണ് കാണുന്നത്. നമുക്ക് അങ്ങ് വരെ പോവാം. വളങ്ങമൊന്നും വെട്ടാൻ സമയമില്ല. നമ്മൾ അതിന് പകരമായിട്ട് ഒരു ആഞ്ഞിലിയുടെ കമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഫുള്ളാഞ്ഞിലി. പിടി വലിഞ്ഞ് കയറ്. നീങ്ങി ആ കുത്തി തട്ട എന്നിട്ട് കയറി, എന്തായാലും നീങ്ങി പോകുന്നത്. പിണ്ടിച്ചങ്ങാടം പോലല്ല, നീങ്ങി പോകും. അങ്ങനെ 2 പേര് കയറിയിട്ടുണ്ട്. പോട്ടെ, വണ്ടി പോട്ടെ. ഒരാളെ നിൽക്കി, ഒരാൾ തുടങ്ങി. പോട്ടെ വഞ്ചി പോട്ടെ. 2 പേര് ഇരുന്ന് പോവുകയാണ് ഗൈസ്. ഒരാൾ നിന്ന് പോയി. ഞാൻ ക്യാമറ ആയിട്ട് കയറുന്നില്ല. ക്യാമറ വെള്ളത്തിൽ പോയാലോ, അതുകൊണ്ട് ഗോപ്രോ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറുന്നില്ല ഗൈസ്. വേണ്ട വിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകണം. നിങ്ങൾ യാത്ര പോയി കാണില്ലേ. ഹൊയ്. അങ്ങനത്തെ നമ്മുടെ ചെങ്ങാടത്തെ ഗൈസ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സയാമീസ് ഇരട്ടകളെ കൂട്ടി 2 പേരൂടെ പറ്റി പിടിച്ചിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് തുഴയടാ.
നമ്മുടെ ചങ്ങാടം നല്ല അടിപൊളിയായിട്ട് നടേ ഗേസ്, നല്ല അടിപൊളിയായിട്ട് അവർ തുഴഞ്ഞു വരുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് തോഴ, എഴുന്നേറ്റ് നിന്ന്. ഡ്രൈവർ ശരിയല്ല. അവർ തുഴഞ്ഞങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം, ഒരു പൊട്ട് പോലെ അങ്ങ് ദൂരെ കാണാം. അവർ വരുന്നിടം വരെ നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഒരു രക്ഷയില്ല. നല്ല ഗംഭീര കാഴ്ചയാണ്. നോക്കിയേ എന്ത് രസമാണ് കാണാൻ. മേഘമൊക്കെ നല്ല അടിപൊളിയായിട്ട് 2-3 ദിവസം മഴയൊക്കെ പെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന മേഘങ്ങളാണ്. നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്, പടം വരച്ച പോലുണ്ട്. നല്ല അടിപൊളി ഒരു മുള സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുവിധം ഉണങ്ങിയ മുളയാണ് ഗൈസ്. അപ്പോൾ നല്ല ഗംഭീര ഒരു മുള കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് തുഴയാം, അവരിങ്ങ് വരട്ടെ. അത്യാവശ്യം നല്ല നീളമുള്ള മുളയാണ്. അടുത്ത് വരും. എങ്ങനെയുണ്ട് ചങ്ങാടം? എങ്ങനെയുണ്ട്? പെതി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചങ്ങാടത്തിൽ കയറി പോവാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ചങ്ങാടം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 ഇത് വെച്ചിട്ട് കന്നാസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങാടമാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് കണ്ടോ, നമുക്ക് വട്ടമൊക്കെ കറക്കി കളിക്കാം. പിന്നെ അതിലെങ്ങനെയായാലും ഒരു 4 പേർക്കൊക്കെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ചങ്ങാടമാണ് ഗൈസ്. കൊച്ചുവെള്ളമൊക്കെ പോലെ തന്നെ ഒരുപാട് താഴത്തില്ല. ഇങ്ങനെ ലേശം ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തുഴഞ്ഞു പോവാം. ഇതിൻ്റെ അടിയിൽ കമ്പ് കെട്ടാത്തതുകൊണ്ട് നമുക്ക് ചെറിയ വെള്ളമാണെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടെ സ്മൂത്തായിട്ട് നീങ്ങി പോകണം. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം. യാത്ര ജെറ്റ് പോലെ പോകുന്നത് നമ്മുടെ ചെങ്ങാടം. നല്ല ഗംഭീര സ്പീഡിലാണ് ചെങ്ങാടം പോകുന്നത്. പിന്നെ ആദ്യമായിട്ട് കയറുന്നവർ സൂക്ഷിച്ച് കയറിയില്ലേ ചെങ്ങാടം ഒരു സൈഡിൽ പോവും, കയറുന്ന ആൾ വേറെ സൈഡിൽ പോവും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹൊയ്യമ്മ കേട്ടോ, ഇതൊന്നും അങ്ങനെയൊന്നും താഴെയൊന്നും പോകത്തൊന്നുമില്ല. എന്ത് വെള്ളം, എന്ത് വൃത്തിയുടെ വെള്ളം ഇതിൻ്റെ മടക്കി കയറിയെന്ന് കാണിക്കാം അല്ലേ ചോദിച്ചാൽ. എന്ത് വെള്ളം കാണിക്കാം, ഒടുവോ ചാടുവോ എല്ലാ സാധനം വെള്ളം കാണിക്കാം. അങ്ങനെ താഴെയൊന്നും പോകത്തൊന്നുമില്ല, ഗംഭീര സാധനം. അപ്പോൾ നമ്മുടെ ചെങ്ങാടം നല്ല സെറ്റാണ് ഗൈസ്. അപ്പം 10 കന്നാസ് വെച്ചുണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി ചെങ്ങാടമാണ്. അപ്പോൾ ഇതേപോലത്തെ ഗംഭീര വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.